കോഴിക്കോട് പേരാമ്പ്ര CKGM കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായി UDFും DYFIയും നടത്തിയ പ്രകടനങ്ങൾക്കിടെ പേരാമ്പ്ര ടൗണിൽ സംഘർഷമുണ്ടായതിൽ പോലീസ് നടത്തിയ കണ്ണീർവാതക പ്രയോഗത്തിലും ലാത്തിചാർജിലും ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ പോലീസ് അടിച്ചു പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് പൊന്നാനിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചന്തപ്പടിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം KPCC അംഗം അഡ്വക്കേറ്റ് K ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു. NA ജോസഫ്, TK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. മുനീർ മാറഞ്ചേരി സ്വാഗതവും MK റഫീഖ് നന്ദിയും പറഞ്ഞു. കേരളത്തിലെ പോലീസ് ഇന്നലെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. മണിക്കൂറുകളോളം ഒരു പ്രതിഷേധ പരിപാടിയുടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കന്മാരെ കൈകാര്യം ചെയ്ത CPMന്റെയും പോലീസുകാർക്കും എതിരെ ജനകീയനായിട്ടുള്ള കേരളത്തിന്റെ MP ഷാഫി പറമ്പിൽ മണിക്കൂറുകളോളം ആ പ്രദേശത്ത് സമരം ചെയ്യവേ ആ MP-യെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന വളരെ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി ഇന്നലെ കേരളത്തിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. എന്തിനാണ് പോലീസ് ഇത്തരത്തിൽ ഒരു നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിരിക്കുന്നത്? പോലീസിന്റെ നടപടി എന്ന് പറയുന്നത് കേരളത്തിലെ അയ്യപ്പന്റെ ശബരിമലയിലെ സ്വർണം കട്ടെടുത്ത പിണറായി വിജയന്റെ കൂട്ടാളികളുടെയും ശ്രദ്ധ ജനങ്ങളിൽ നിന്ന് ആ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ജനകീയനായിട്ടുള്ള ഒരു MP-യെ കൈകാര്യം ചെയ്ത പോലീസിന്റെ നടപടിക്കെതിരെ ഈ പ്രദേശത്ത് ഒത്തുകൂടിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ പരിപാടിയിൽ ഒത്തുകൂടിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അദ്ദേഹത്തിന്റെ മൂക്കിന്റെ 2 എല്ലുകൾ പൊട്ടിപ്പോകുന്നത് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകന് അടിയേറ്റ് ഈ ദുർഭരണത്തിനെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും പോലീസിന്റെ ലാത്തി ഉപയോഗിച്ച് തകർക്കാനാണ് ഭാവമെങ്കിൽ അതിനൊന്നും വഴങ്ങിക്കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സംസ്ഥാനം ഭരിച്ച് സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയുണ്ടാക്കി അവസാനം ശബരിമലയിലെ 18 പടി സ്വർണവും കട്ടുകൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തി. ഇതിനെതിരെ ഇതിനെതിരെ ജനകീയ സമരങ്ങൾ നടത്തുന്ന ജനകീയ നേതാക്കൾക്കെതിരെ നടത്തുന്ന ഈ പ്രവർത്തകർക്കെതിരായിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സമരം നടന്നത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ശബരിമല വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ കേരളത്തിലേക്ക് കോടാനുകോടി ജനങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ശബരിമല സീസണുകളിലും ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും കോടിക്കണക്കിന് ജനങ്ങൾ എത്തുന്ന ശബരിമലയിലെ ആ സ്വർണം നഷ്ടപ്പെട്ട സാഹചര്യം, അതിനെതിരെ കോൺഗ്രസ് ശക്തമായ സമരവുമായി രംഗത്ത് വന്നപ്പോൾ ആ സമരത്തെ അടിച്ചൊതുക്കുവാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി ആ സ്വർണം കട്ട കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനകീയനായ നേതാവിനെ MP-യെ വടകരയുടെ MP-യെ ശൈലജ ടീച്ചറെ ലക്ഷക്കണക്കിന് വോട്ടിന് തോൽപ്പിച്ച ഷാഫി പറമ്പിലിനെ വടകരയിൽ വെച്ച് ക്രൂരമായി അടിച്ച് തലക്കടിച്ച് മൂക്കിലടിച്ച് ഇന്ന് ഓപ്പറേഷൻ വിധേയമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ ഷാഫി പറമ്പിൽ 3 തവണയാണ് RSSനെയും CPMനെയും ഇടതുപക്ഷത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട്ടിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി സംഘപരിവാർ സംഘടനകളെയും CPM സംഘടനകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും വിജയിച്ചു കയറിയ കേരളത്തിലെ പ്രതീക്ഷയായ ഷാഫി പറമ്പില് വടകരയിൽ പോയപ്പോൾ അവിടെയും ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച ആ ഷാഫി പറമ്പിലിനെ ഇല്ലായ്മ ചെയ്യുവാൻ മൂക്കിൽ വലിക്കുവാനുള്ള പിണറായി സർക്കാരിന്റെ പോലീസിനെ വിട്ടുള്ള ഈ നരനായാട്ടിനെതിരെ കോൺഗ്രസ് സന്ധിയില്ലാ സമരവുമായി മുന്നോട്ടു പോകും. ഇന്നിവിടെ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ്. ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്, അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം.
ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ, പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.